ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ദുബായിലെ ഇന്നൊരു ലേസി ഡേ ആയിരുന്നു കേട്ടോ. 2 ദിവസം നമ്മുടെ പ്രോഗ്രാമും ലോഞ്ചിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഇന്നൊരു റെസ്റ്റ് ഡേ ആയിരുന്നു. അത് ശരിക്കും ആസ്വദിച്ചു. ഞാൻ അത്യാവശ്യം നല്ല ഹോം സിക്ക് ആൻഡ് റൂം സിക്ക് ഉള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ എന്നെ റൂമിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ഹീറോയിൻ രേണു അവിടെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചെല്ലുക, അവൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവൾ ശരിക്കും ഒരുപാട് ലേറ്റായിട്ടാണ് വന്ന് ഞാൻ പോയി കുറേ നേരം പോസ്റ്റായിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ എന്നെ റൂമിൽ നിന്ന് ഇറക്കാനുള്ള ആശാട്ടിയുടെ ഒരു അടവായിരുന്നു, അവൾക്ക് വീഡിയോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ പോയി കുറേ നേരം പോസ്റ്റൊക്കെ അടിച്ചിരുന്നു. അവൾ വന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ പിന്നെ തിരിച്ച് റൂമിൽ വന്നു. ദുബായ് നഗരത്തിൻ്റെ ഈവനിങ് ഒക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് കിട്ടിയ ചോക്ലേറ്റ്, അതായത് എന്താ പറയുക, കുനാഫ എന്ന് പറഞ്ഞൊരു ചോക്ലേറ്റ് ഒക്കെ ആട്ടോ കിട്ടിയത്. അതൊക്കെ കഴിച്ച് ഇങ്ങനെ കുറേ മെമ്മറീസൊക്കെ ഇങ്ങനെ അയവിറക്കി. പിന്നെ രേണുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ ദുബായ് മാളിലൊക്കെ ആ നിന്ന വേഷത്തിൽ തന്നെ ഇറങ്ങി കേട്ടോ. പ്രത്യേകിച്ച് ഡ്രസ്സ് മാറാനോ ഒന്നും നിന്നില്ല. പിന്നെ ദാണ്ട് ഇത് അവിടുത്തെ ഒരു അക്വേറിയം ആണ്. അതൊക്കെ കണ്ട് കുറേ ഫിഷൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ദുബായ് മാളിലാണ് കേട്ടോ ഈ അക്വേറിയം ഉള്ളത്. നല്ല രസമായിരുന്നു. പിന്നെ ഇവിടെ ലൈറ്റ് ഷോ നടക്കുന്ന ഒരു പ്ലേസ് ആണ്. പക്ഷേ ഞങ്ങൾക്ക് പോയപ്പോൾ ഒരു 4 മാസമായിട്ട് അതില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല. അതിന് നിയറസ്റ്റ് അടുത്തായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 30 മിനിറ്റ്സിലാണ് ഇതെല്ലാം ഉള്ളത്. ജുമൈറ ബീച്ച് എന്ന് പറയും. ആ പേര് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല, ഏകദേശം അതുപോലൊക്കെ തന്നെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ബീച്ചിലൊക്കെ പോയി അവിടുത്തെ സ്ഥലങ്ങളെല്ലാം കണ്ടു. രസമായിരുന്നു മൊത്തത്തിൽ. പിന്നെ അതാ തിരിച്ചു പോകുന്ന ദിവസം ആവുകയാണ്. അപ്പം തിരിച്ചു പോകാൻ വേണ്ടി റെഡിയായി, എല്ലാം പാക്ക് ചെയ്തെടുത്തു. തന്ന ഗിഫ്റ്റ് കാര്യങ്ങൾ അതായത് നോക്കി, ഇത് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിയതാട്ടോ. നമ്മുടെ സ്പോൺസറും അവിടുത്തെ ഫ്രണ്ട്സും ഒക്കെയാണ് ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി വരികയാണ്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ വണ്ടിയിലിരുന്ന് പാക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് ഫ്ലൈറ്റിൽ കയറി. സ്പൈസ് ജെറ്റ് ആയിരുന്നു. അങ്ങനെ യാത്ര തിരിക്കുകയാണ് കൊച്ചിയിലേക്ക്. അങ്ങനെ വളരെ ഹാപ്പി ആയിരുന്നു. രേണുവിൻ്റെ ഫ്ലാറ്റിലേക്ക് എത്തി ഞങ്ങൾ. ഇതൊക്കെയായിരുന്നു എനിക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ. സോ യാത്രയുടെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.